പക്ഷെ സജീഷ് രണ്ട് കത്രിക ഉള്ളതല്ലേ? കത്രിക അത് പറയാം. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഒരു ഡോക്ടർ ഓപ്പറേഷൻ നടത്തുമ്പോ ഒരു പിഴവ് പറ്റി. ആ പിഴവ് 5 വർഷം മുമ്പ് പറ്റിയ പിഴവാണ്, ഇപ്പൊ കണ്ടുപിടിച്ചു. ആ ഡോക്ടർ ഓപ്പറേഷൻ നടത്തുമ്പോ ചെയ്ത ഒരു പിഴവിന് ഒരു സിസ്റ്റത്തെ ആകെ ആക്രമിക്കാൻ ഒരിക്കലും പാടില്ല, ഒരിക്കലും പാടില്ല, ഒരിക്കലും പാടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, മനുഷ്യ സഹജമായ പിഴവ് എവിടെയും പറ്റും, ഇനിയും പറ്റാം. പക്ഷെ പറ്റി കഴിഞ്ഞതിന് ശേഷം ആ പറ്റിയ ആളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? പൈസ കൊടുത്തു. ഒരു കാര്യം നിയമപരമായി കൈകാര്യം ചെയ്യും. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പലരും ശ്രമിക്കും. ഞാൻ അതിലേക്ക് വരാൻ പറയട്ടെ. ഒരു കാര്യം, രാഷ്ട്രീയ മുതലെടുപ്പിനാണല്ലോ ശ്രമിക്കുന്നത്. അഥവാ വ്യക്തത പറഞ്ഞു വെക്കോ. ഞാൻ ഒരു പേരും പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ മീഡിയ വണ്ട് ഉദ്ദേശത്തിന് എന്നെ കിട്ടില്ല. അല്ല, നിക്ക് മീഡിയ വണ്ട് ഒരുപാട് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലൂടെ ചർച്ച സഞ്ചരിക്കണ്ട. എനിക്ക് എന്റേതായ രീതിയിൽ ഞാൻ മറുപടി പറയും. ഞാൻ ആ വിഷയത്തെ ഒറ്റ കാര്യമായി ഒറ്റ മറുപടിയിൽ ഒതുക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ ചർച്ച മുഴുവൻ ആ വിഷയത്തിലാണെങ്കിൽ നമുക്കതാകാം. അതല്ല, മറ്റ് കാര്യങ്ങൾ കൂടി ആരോഗ്യ മേഖലയെ കുറിച്ചുള്ള നിരവധിയായ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതിൽ ഒരു പിഴവിനെ എടുത്തു കാണിക്കുകയാണ്. UDFന്റെ കാലത്ത് ഇതിനേക്കാൾ വലിയ ഒരുപാട് പിഴവുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ മൃതശരീരത്തെ രോഗികളുടെ കൂടെ കടത്തിയ കാലം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ICUവിൽ പിന്നെ എയർ കണ്ടീഷൻ പോലും ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു എന്ന് നല്ല ഓർമ്മയുണ്ടാകും. ഡോക്ടർ ആശുപത്രിയെ തന്നെ ധർമാശുപത്രി എന്നായിരുന്നു വിളിച്ചത് എന്നതും നമുക്ക് ഓർമ്മയുണ്ടാകേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ കണക്ക് വെച്ച് പറയുന്നതാണ് എപ്പോഴും നല്ലത്. എത്ര ചെലവഴിച്ചു? സൗജന്യ ചികിത്സ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ ജനങ്ങൾക്ക് നൽകുന്ന സംസ്ഥാനം കേരളമാണ്. UDFന്റെ കാലത്ത് ആവറേജ് ഒരു വർഷം സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി 118-120 കോടിയാണ് ഒരു വർഷം ചെലവഴിക്കാറ്. ഇപ്പോ LDF ഗവൺമെന്റ് കാലത്ത് 1500-1600 കോടിയാണ് ഒരു വർഷം സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ആതുരാലയങ്ങൾ മാറിയിരിക്കുന്നു. ഇവിടെ കണക്കും ആളുകളെ പറ്റിക്കാനും ശ്രമിക്കുമ്പോ ഒറ്റ വാചകം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ഇൻഷുറൻസിന്റെ പ്രീമിയം എവിടെ നടക്കുന്നു? നവാസ് ഒന്ന് പറയും. 25 ലക്ഷം വെച്ച് കേരളത്തിലെ ജനങ്ങൾക്ക്